ബിനിൽ, വലിയ പ്രത്യേകതകൾ ഉള്ള ചടങ്ങാണ്. കേരളം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചടങ്ങാണ്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് കൂടിയാണ്. 10,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. വർഷം തോറും 10,000 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കേരളത്തിനും രാജ്യത്തിനുമൊക്കെ ഒരുപാട് വ്യാപാര തൊഴിൽ സാധ്യതകൾ മുന്നിൽ കാണുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. ആ നിലയ്ക്ക് കൂടി നമ്മൾ ഈ ദിവസം വിഴിഞ്ഞത്തെ എങ്ങനെ വേണം നോക്കിക്കാണാൻ? പ്രേക്ഷകർക്കായി ആ തുറമുഖവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി ബിനിൽ. ലക്ഷ്മി, നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങിയ ഹെലികോപ്റ്റർ ഇവിടേക്ക് പോർട്ടിലേക്ക് തുറമുഖത്തേക്ക് വരികയാണ്. ആദ്യം സുരക്ഷയൊരുക്കിയുള്ള വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. രണ്ടാമതായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടങ്ങിയ ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്യുകയാണ്. അതിന് പിന്നിലായി മറ്റൊരു ഹെലികോപ്റ്റർ കൂടിയുണ്ട്. അങ്ങനെ 3 ഹെലികോപ്റ്ററാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പുറത്തേക്ക് ഈ ചോപ്പറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷമാകും ഉദ്ഘാടന വേദിയിലേക്ക് വരിക. അതിനു മുമ്പായി ഈ പ്രധാനപ്പെട്ട, അതായത് തുറമുഖത്തിൻ്റെ പല സ്ഥലങ്ങളും അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് നടന്നു കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയാണ്. ഈ തുറമുഖത്തിനകത്ത് തന്നെ ലാൻഡ് ചെയ്യുന്നതിനുള്ള ഹെലിപ്പാഡുണ്ട്. ആ ഹെലിപ്പാഡിലാണ് ലാൻഡ് ചെയ്യുക. ഹെലിപ്പാഡ് ലാൻഡ് ചെയ്ത് അതിന് പുറത്തേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടങ്ങിയ ആ സംഘം അതിന് പുറത്തേക്ക് വരും. വലിയ സുരക്ഷയാണ് ഇവിടെ ഈ തുറമുഖത്തിനകത്തും പുറത്തും തലസ്ഥാന നഗരത്തിലും ഒരുക്കിയിരിക്കുന്നത്. 5000-ഓളം പോലീസുകാരുടെ ഒരു വിന്യാസമുണ്ട് ഇവിടെ. തുറമുഖത്തിനകത്തേക്ക് വലിയ നിയന്ത്രണമാണ് തുറമുഖത്തിനകത്ത് ഇന്ന് ഉള്ളത്. പൊതുജനങ്ങൾ കയറാമെങ്കിലും അവരുടെ ID കാർഡുകൾ പരിശോധിച്ച ശേഷമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിട്ടത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും അകത്തേക്ക് കയറുന്നതിന് പ്രത്യേക പാസ് അനുവദിച്ച് അങ്ങനെയാണ് കയറാൻ സാധിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവർ ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് ആദ്യം പോവുക ഈ ക്രെയിൻ അടുത്തായിരിക്കും. അതായത് ഈ തുറമുഖത്തെ ഇത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ളതാക്കി മാറ്റിയത്, അതായത് കമ്മീഷൻ ചെയ്തതിന് മുമ്പേ ഈ തുറമുഖം ചരിത്രത്തിൽ ഇടം നേടി. വലിയ ചരക്ക് നീക്കം ഇവിടെ നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ക്രെയിൻ സംവിധാനമാണ്. അത്യാധുനിക ക്രെയിൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ചരക്ക് നീക്കം വേഗത്തിൽ സുഗമമായി നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ഇവിടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന, കമ്മീഷനിങ്ങിന് മുന്നേ നടക്കുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറിയത്. അങ്ങനെയാണ് അവിടെ പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം പ്രത്യേകിച്ച് ഈ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വനിതകളുണ്ട്. അതായത് പോട്ട് നേരത്തെ ഇത് വ്യക്തമാക്കിയതുമാണ്. ആ വനിതകളെ പ്രധാനമന്ത്രി അവർക്കരികിലേക്കാകും. ആ പ്രത്യേകത കൂടി ഈ തുറമുഖത്തിനുണ്ട്. അവർക്കരികിലേക്കും പ്രധാനമന്ത്രി പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഉദ്ഘാടനമാണ്. അത് 11 മണിക്ക് തന്നെ കൃത്യമായി ആ ചടങ്ങ് ആരംഭിക്കും. പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളായിരിക്കും ആ വേദിയിലുണ്ടാവുക. പരിമിതമായ ആളുകളായിരിക്കും. മുഖ്യമന്ത്രി ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഗവർണർ ഉണ്ടാകും, 3 കേന്ദ്രമന്ത്രിമാരുണ്ടാകും, തുറമുഖ മന്ത്രി VN വാസവൻ ഉണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളാണ് വേദിയിലുണ്ടാവുക. സദസ്സിൽ പ്രധാനപ്പെട്ട മറ്റ് VVIPകൾക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഉദ്ഘാടന ചടങ്ങിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കൃത്യം 11 മണിക്ക് ഉദ്ഘാടനം ആരംഭിക്കും. 12 അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് 45 മിനിറ്റാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. അതിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന വലിയ ആക്ഷേപം സംസ്ഥാനത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് VGF ആണ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്. അത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ്. ഇവിടെ നോക്കിയാൽ തമിഴ്നാട് തുറമുഖത്തിന് അത് ഗ്രാൻഡ് ആയിട്ടാണ്, അതായത് തിരിച്ചു കൊടുക്കേണ്ട തുകയായിട്ടാണ് അത് അനുവദിച്ചത്. പക്ഷേ കേരളത്തിന്, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന് ആ 817 കോടി കൊടുത്തത് തിരിച്ചടക്കണം, വായ്പയായി നൽകിയെന്നാണ് കേന്ദ്രം അറിയിച്ചത്. അവസാന നിമിഷവും കമ്മീഷനിൽ കിടക്കുമ്പോൾ പോലും ഒരു തടസ്സമായി നിൽക്കുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്. സംസ്ഥാനം പലതവണ കേന്ദ്രത്തിനോട് അത് ഗ്രാൻഡായി തന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ നൽകാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്രം ആ മുൻ നിലപാടിൽ ഉറച്ചു നിന്നത്. ശേഷം ഒരു കരാറിൽ ഒപ്പുവെച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് അത് ഒപ്പുവെച്ചത്. ഇതിൻ്റെ വരുമാനത്തിൽ നിന്നും നിശ്ചിത ശതമാനത്തിലൂടെ ആ തുക തിരിച്ചടയ്ക്കാമെന്ന കരാറാണ് വെച്ചത്. ആ കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈ കമ്മീഷനിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെ മെയ് 2 നേരത്തെ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു ആലോചന വന്നതാണ്. ഈ വിഴിഞ്ഞം തുറമുഖവും ഉദ്ഘാടനം ചെയ്യാമെന്നൊരു ആലോചന വന്നതാണ്. പക്ഷേ അന്ന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഓഫീസ് സംസ്ഥാനത്തെ അറിയിച്ചത് ഇങ്ങനെ മെയ് 2 ഉദ്ഘാടനം ചെയ്യാം, പ്രധാനമന്ത്രി എത്തുമെന്ന് അറിയിച്ചത്. തുടർന്നാണ് മെയ് 2 തീയതിയിലേക്ക് എത്തിയത്. എന്തായാലും തുറമുഖത്തെ സംബന്ധിച്ച് നമുക്ക് ഇത് അഭിമാന നിമിഷമാണ്. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് കമ്മീഷനിന് മുന്നേ, ഉദ്ഘാടനത്തിന് മുന്നേ വലിയ ചരക്ക് കപ്പൽ ഇവിടെ എത്തി. പ്രത്യേകിച്ച് MSC
തുർക്കി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം ഇവിടേക്ക് വരികയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് MSC തുർക്കി. MSC തുർക്കി അങ്ങനെ ഇന്ത്യയിൽ ബർത്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് വിഴിഞ്ഞത്തിന് വലിയ നേട്ടമാണ്. മാത്രമല്ല ചരക്ക് നീക്കം വലിയ രീതിയിൽ 6 ലക്ഷത്തോളം ചരക്ക് നീക്കമാണ് ഇതിനിടയ്ക്ക് ഉണ്ടായി. ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ചരക്ക് നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അതും നമ്മളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തിയിട്ടില്ല. അതായത് റെയിൽ കണക്ടിവിറ്റി വേണം, റോഡുകളുടെ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ചരിത്രത്തിലേക്ക് ഇടം പേടിച്ച് പ്രത്യേകിച്ച് വരുമാനമൊക്കെ വന്നു തുടങ്ങി എന്നാണ് ഈ പോർട്ട് അധികൃതർ അറിയിക്കുന്നത്. അങ്ങനെ വളർച്ചയുടെ വലിയ ഒരു നാഴികക്കല്ലായി ഈ തുറമുഖം മാറുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ മനസ്സിലാക്കുന്നത് അവർ പുറത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഈ ക്രെയിനിന്റെ ഭാഗത്തേക്ക് പോയി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടറിയും. 25 മിനിറ്റ് സമയമാണ് അതിന് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുശേഷമാകും ഉദ്ഘാടന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക. എന്തായാലും ഇതിനെ ചൊല്ലി വലിയ വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഇതിന്റെ പിതൃത്വം ആർക്കാണെന്ന് സംബന്ധിച്ചാണ് വലിയ ഒരു തർക്കം ഉണ്ടായത്. ഇന്നിപ്പോൾ പോലും കോൺഗ്രസ് ഒരു പ്രതിഷേധ ദിനമായി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ആദരവർപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇതിൽ തർക്കമിട്ടത്. ഇത് കൃത്യമായി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണ് ഈ തുറമുഖം ഈ രീതിയിൽ വരാൻ സാധിച്ചതിന് പിന്നിൽ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ പക്ഷേ അതിനുശേഷവും വിവാദം ഉണ്ടായത് ഇതിൽ പ്രതിപക്ഷ നേതാവിനെ ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെയാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. പിന്നാലെ വിവാദങ്ങൾക്ക് പിന്നാലെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു അവഗണിക്കലാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ പ്രദേശത്തിന്റെ MLA കൂടിയായ M. വിൻസെന്റ് കോട്ടയത്ത് പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പുഷ്പചക്രം അവിടെ പോയി അത് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് മടങ്ങി എത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോകുന്നില്ല. ശശി തരൂർ MPയും M. വിൻസെന്റും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് അവർ ഉന്നയിക്കുന്നത്. നിലവിൽ എന്തായാലും BJPയും വലിയ രീതിയിലുള്ള പ്രചാരണം ഇത് നരേന്ദ്രമോദി നിശ്ചയദാർഢ്യമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് തുറമുഖം വരാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇടതു സർക്കാർ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമായതിൽ ഏറ്റവും നിർണായകം. ആ 9 വർഷക്കാലത്തെ ഇടപെടൽ ഇടതു സർക്കാരിൻ്റെയാണ്. അത് കൃത്യമായി ജനങ്ങൾക്ക് അറിയാം എന്നാണ് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്.